ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് പടവലവും പരിപ്പും കൂടെ ഉള്ളൊരു കറിയാണ്. അത് നമുക്ക് ചോറിലേക്കും ചപ്പാത്തിയിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കഷ്ണം പടവലം മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലുള്ള ഈ തോലൊക്കെ ഒന്ന് ഇങ്ങനെ കത്തി കൊണ്ട് സ്ക്രാച്ച് ചെയ്ത് കളയാം. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ സീഡൊക്കെ ഒന്ന് കളയാം. ഇത് സീഡൊക്കെ കുറവാണ്. അധികം മൂക്കാത്ത പടവലങ്ങ ആയതുകൊണ്ടാണ് ഇതിലധികം സീഡൊന്നും ആയിട്ടില്ല. ഈ പീസിലും സീഡ് കുറവ് തന്നെയാണ്. നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, ഇതേപോലെയും കട്ട് ചെയ്യാം. ഇത് അധികം മൂക്കാത്തതായതുകൊണ്ട് ഞാൻ ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 4 പീസും പടവല ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 240 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ വേണം. പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, കടുക്, ഉണക്കമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതും കൂടെ വേണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇനി ഇത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. കഴുകിയ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ച് പടവലം കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പരിപ്പും പടവലവും മുങ്ങാനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം മതി. നമുക്കിതൊന്ന് അടച്ച് കത്തിക്കാം. ഒരു 6-7 വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിക്കാം. പരിപ്പ് നല്ല വേഗമുള്ള പരിപ്പായതുകൊണ്ട് ഇത്തിരി സമയം എടുക്കും വേവാൻ വേണ്ടിയിട്ട്. വീട്ടിൽ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂൺ ക്യൂമിൻ സീഡ്, നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഒരു 6 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ പരിപ്പും പടവലവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ തേങ്ങേൻ്റെ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള വറവ് ഉണ്ടാക്കിയെടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക 3 എണ്ണം. ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാരണ്ടി തരും, അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.